24 അധ്യായം സൂറത്ത് നൂറിലെ 11 വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു പരത്തുന്നുണ്ടോ? ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വഴി അബദ്ധവശാൽ ആയിഷ ബീവി സൈന്യത്തിൽ നിന്നും ഒറ്റപ്പെട്ടുപോയി. പിന്നീട് സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുടെ സഹായത്തോടെയാണ് അവർ മദീനയിലെത്തിയത്. എന്നാൽ നഗരത്തിലെ കപടവിശ്വാസികൾ അവർക്കെതിരെ മ്ലേച്ഛമായ ഒരു ആരോപണം കെട്ടിച്ചമച്ചു. 1 മാസത്തോളം ആ കുപ്രചാരണം തുടർന്നു. ഉറ്റ സുഹൃത്തുക്കൾ പോലും മൗനം പാലിച്ചു. ആയിഷ ബീവിയുടെ കണ്ണുനീർ തോരാത്ത ആ ദിവസങ്ങൾ. ആയിഷ ബീവിയുടെ പരിശുദ്ധി വെളിപ്പെടുത്തിക്കൊണ്ട് സൂറത്തു നൂറിലെ 10ഓളം വചനങ്ങൾ അല്ലാഹു ഇറക്കി. അല്ലാഹു പറഞ്ഞു, തീർച്ചയായും ആ കള്ളപ്രചാരണം നടത്തിയവർ നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം തന്നെയാണ്. അത് നിങ്ങൾക്ക് ദോഷമാണെന്ന് നിങ്ങൾ കരുതേണ്ട, മറിച്ച് അത് നിങ്ങൾക്ക് ഗുണകരമാണ്. സത്യം പുറത്തു വന്നപ്പോൾ ആയിഷ ബീവി ലോകത്തിന്റെ മാതൃകയായി ഉയർത്തപ്പെട്ടു. ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറയട്ടെ, നിങ്ങളുടെ സത്യസന്ധത ദൈവത്തിനറിയാം. അനാവശ്യമായ ആരോപണങ്ങൾ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാനാണ്. കാലം സത്യത്തിന് സാക്ഷി നിൽക്കും. അതുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങുക.